ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് പാന, അത് മാത്രമല്ല അതിലെപ്പോഴും വഫ്ദാന. നിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പൈലിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. സുറന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫ് അത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കള് താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഈ ഭവനമാമുൻഗാമികൾക്കിന്നുള്ളത്, അതിലേക്കു തന്നെ നമ്മളും ചെല്ലുന്നത്. സയ്യിദ്ന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താന്നെപ്പോഴും ഇതു കണ്ട്, വിലപിക്കുവാൻ യാ സയ്യിദി വിറകൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലിത് തങ്ങളിൽ, അതിലുപരിയാണേ ഖബർ കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രയ്ക്കുള്ള വഴി ആദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ. അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ, ിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. രക്ഷിക്കണേ സുബ്ഹാന റബ്ബി അന്ന്, അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന്. ഖബറിൽ സുആലുണ്ടാകുമെന്നത് സത്യമാ, അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ. ഖുർആൻ ശരീഫിൽ തന്നെ സൂചനയുള്ളതാ, സൂറത്ത് ഇബ്രാഹിം അതിൽ കാണുന്നതാ. കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട്, എണ്ണുന്ന പക്ഷം 70-നടുത്തുണ്ട്. അതിലേക്ക് 2 മലക്കുകൾ ഉണ്ടെന്നതും, മുൻകർ നകീർ എന്നാണ് നാമം എന്നതും.
കണ്ടാൽ വിറയ്ക്കും രൂപമാണ് അവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ, അതുകൊണ്ട് മുൻകർ എന്ന നാമം വന്നതാ. പരിചയം മയ്യത്തിനില്ലത് വ്യക്തമാ, അതിനാൽ നക്കീറെന്നുള്ള പേരും ബന്ധമാ. റബ്ബേത് നബി ഏതാണ്, ദീനും ഏതാ? ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീനന്റെത് ഇസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അവർക്കത് തമീമുദ്ദാരിയിൽ നിന്നുള്ളതാ. തലഭാഗത്തിൽ നിൽക്കുന്നതാ മലക്കൊന്ന്, കാൽഭാഗത്തിൽ നിൽക്കുന്നതാ പിന്നൊന്ന്. കാൽഭാഗത്തുള്ളവരാ സുആൽ ചെയ്യുന്നത് എന്നഹ്മദുൻ നഫ്റാവിയ പറയുന്നത്. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ. 25 നോക്കിയാൽ കാണുന്നതാ. അത് 7 ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്കി ഇമാമും വ്യക്തമായി പറയുന്നു. അത് ഏതു ഭാഷയിലാണതിൽ ഖൗലുള്ളത്? അറബിയത്തും അജമിയത്തും പറയുന്നതാ. വിശ്വാസപരമായി മാത്രമാ ചോദിക്കലും എന്നാ മശാരിഖ് പേജ് 25-ലും. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ. ഇബ്ലീസ് ഉടൻ തന്നവിടെ വെളിവാകുന്നതാ. ഞാനെന്നു പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാൻ അവർ പറയുന്നതാ. സപ്പോർട്ടിനായി തുറുമുദി ഇമാമതിലുണ്ട്. തിരുവചനവും അതിലേക്ക് സൂചനയുണ്ട്. സുബ്ഹാന റബ്ബി കാക്കണേ ഇളകാതെ, ഹക്കായ പാതയിലാക്കണേ വളയാതെ. ഖുർആൻ ശരീഫ് നീ നിത്യവും ഓതേണ്ടതാ. ഖബറിൽ ജവാബിനേറ്റവും ഉതകുന്നതാ. എന്നാ ശഖീഖുൽ ബൽഖി താൻ പറയുന്നത് റൗളുൽ റയാഹീൻ വിശദമായി കുറിക്കുന്നത്. ഇതുപോലെ ഹാഷിയത്തുൽ ഖരീദയിൽ വന്നതാ. 68-ൽ വിശദമായി വിവരിച്ചതാ. റൂഹിനെ ബദൻ മുഴുവൻ മടക്കും ഖീലയിൽ, പകുതിക്കുമേൽ ഭാഗം മടക്കും റാജിഹിൽ. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ. 25-ൽ നോക്കിയാൽ കാണുന്നതാ. ഖബറിൽ സുആലില്ലാത്തവർ പലരുണ്ട്. നിരവധി ഹദീസും തെളിവിലേക്കതിലുണ്ട്. ശുഹദാക്കളായാൽ ചോദ്യമേ ഇല്ലെന്ന് ബഹുഭൂരിപക്ഷം ഒത്തു സമ്മതിക്കുന്നു. മരിച്ചെങ്കിലും ഇന്നും അവർ ഹയ്യാണ് എന്നുള്ള തത്വം തന്നിതിൽ തെളിവാണ്. മുർസൽ നബിക്കും ചോദ്യം അതിലില്ലെന്ന്
ബഹ്റുൽ കലാമിൽ നസഫിയും പറയുന്നു. ഒരു ഖീലയിൽ അവരോടുമുണ്ടെന്നുണ്ട്, തബ്ലീഗിനെ കുറിച്ചാണതെന്നും ഉണ്ട്. അംലാക്കിനില്ലെന്നാണ് ഫഖീഹാനിയും, ജിന്നിൽ അതുണ്ടെന്ന ഇമാം സൂയൂത്തിയും. സിദ്ദീഖിനും ഖബറിൽ സുആലില്ലാത്തതാ, ഖുർത്തുബി ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ. അത്ഫാലിനില്ലെന്നാണ് അർജഹിലുള്ളത്, മുമ്പന്തിയിൽ നസഫി ഇമാമാണുള്ളത്. മത്ഊന് മബ്തൂനും ഹരീഖും പിന്നെ തൊൽക്കാൽ മരിച്ചവളും ഇതിൽ ശരി തന്നെ. വ്യഭിചാര ഗർഭം തന്നെയായാലും അത് ശരിയെന്നതാ ബാജൂരിയിൽ പറയുന്നത്. ഗരീഖ് ദാത്തുൽ ജംബിദിൽ ഉൾപ്പെട്ടതാ, ഹദ്മാൽ മരിച്ചവനും സുആലില്ലാത്തതാ. ജുമുആ ദിനം മരിച്ചാലവർക്കില്ലെന്നാ, അതുപോലെ ജുമുആ രാവിലും വിധിയെന്നാ. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, തുർമുദിയിലും നീ നോക്കിയാൽ കാണുന്നതാ. വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞു എന്നാൽ പിന്നെ ഫലം വെള്ളിയാഴ്ചക്കുള്ളതായത് തന്നെ എന്നും മശാരിഖിൽ നോക്കിയാൽ കാണുന്നതാ. 25 വ്യക്തമായി പറയുന്നതാ. മുൽക്കെന്ന സൂറത്തോതി എല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ. അതുപോലെ സജദ ഓതി വന്നാലും അത് ഫലം ചെയ്യുമെന്നാണ് ഹദീസിൽ ഉള്ളത്. ഇത് രണ്ടും ഓതാതൊരു ദിനം പോലും നബി ഉറങ്ങുന്നതല്ലെന്ന ഹദീസിൽ സാഹിബി. തുർമുദിയിലുണ്ട്, ഇത് നോക്കിയാൽ കാണുന്നതാ. അതുപോലെ തന്നെ നസായിയും വിവരിച്ചതാ. ആരോ നമസ്കരിക്കുന്നു എന്നാൽ സുന്നത്തായി റകഅത്ത് 2 ഇശാക്ക് ശേഷം റബ്ബിനായി സൂറത്ത് സജദ ആദ്യമിൽ ഓതേണ്ടതാ. 2 തബാറക സൂറത്തും വേണ്ടുന്നതാ. സൂറത്ത് ഫാത്തിഹ ഓതിയതിനും ശേഷമാ ഓതേണ്ടതെന്നുണർത്തേണ്ടതില്ലത് വ്യക്തമാ. എന്നാൽ അവനത് ലൈലത്തുൽ ഖദ്റോടും സാമ്യം വരും അറഫയിലെ നൃത്തത്തോടും. ഇത് അൽ ബിദായത്തു വന്നിഹായയിലുള്ളതാ. 249 വിവരിച്ചതാ. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് വീണ്ടും ദൈറബി വിവരിച്ചു താഊസിന്റെ അമലും സ്വാഹിബി. സുഹൃത്തെ, ഇതെത്ര അമൂല്യമായൊരു രത്നമാ. ദൈനംദിനം പതിവാക്കി വന്നാൽ ഭാഗ്യമാ. ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ലഭിക്കുമേ. ഓരോരോ ഹർഫിന് 100 ഫലവും കിട്ടുമേ. കൂടാതെ അറഫയിൽ നിന്ന ഫലവും പിന്നെ ഖദ്റിന്റെ ലൈലിന് തുല്യ ലൈലും തന്നെ. അത് മാത്രമല്ല, സലാം കഴിഞ്ഞാൽ പിന്നെ ചോദ്യത്തിനുത്തരമുള്ളതും ശരി തന്നെ. ഖബറിന്റെ മേൽ ചവിട്ടുന്നതും പാടില്ല. ആവശ്യമായി വന്നാലതിൽ കേസില്ല. കഷ്ടിക്കുവാനിരിക്കുന്നതേറ്റം കുറ്റമാ. അതുപോലെ മൂത്രിക്കുന്നതും അന്യായമാ.
ഇത് തുഹഫ 3-ാം ഭാഗമിൽ കാണുന്നതാ. 175 പറയുന്നതാ. മഖാബിറിന്റെ ഇടയിൽ ചെരിപ്പുധരിച്ചതായി, നടക്കൽ കറാഹത്തില്ല നജസില്ലാത്തതായി. ശർവാനിയിൽ നീ നോക്ക് 3-ാം ഭാഗമിൽ കാണുന്നതാണൊരു 185. തഹ്സിയത്തും ഒരു 3 ദിവസം സുന്ന, അവിടം കഴിഞ്ഞാൽ പിന്നെ മക്റൂഹെന്ന. മരിച്ചാൽ അതിൻ പേരിൽ ജവാസ ശബ്ദവും ഇല്ലാത്ത രീതിയിൽ കരയലെന്ന നിയമവും. നിലവിളി ഹറാമെന്നുണ്ട് നെഞ്ചത്തടികളും, ഉരുളുന്നതും ക്ഷമ വിട്ട പല ബഹളങ്ങളും. റബ്ബിന്റെ വിധിയിൽ ഇതൊക്കെയും പ്രതിഷേധമായി കാട്ടുന്ന രീതികളാണതും വൻ കുറ്റമായി. മയ്യത്തിനും ഇതിനാലുപദ്രവമുണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. റബ്ബിന്റെ വിധിയിൽ നീ വെറുത്താൽ പിന്നെ അമലൊക്കെയും ഒളിയുന്നതാണുടൻ തന്നെ. ഇതിൽ ശ്രദ്ധയുള്ളവരേറ്റവും കുറവാണ്, കാര്യം നിസാരം അപകടം വലുതാണ് എന്നും അബുൽ ഹസൻ ഷാദുലി പറയുന്നതാ. നോക്കാം ഖിതാലിൽ 9-ാം ആയത്തിതാ. കരച്ചിൽ ഹബീബേ 10 രീതിയിലുണ്ട് എന്നുള്ളതും സിഫറുസ്സആദയിലുണ്ട്. സന്തോഷമാൽ കരയുന്നതാണതിലൊന്ന്, സന്താപമാൽ കരയുന്നതാ മറ്റൊന്ന്. തണുപ്പുള്ളതാണാദ്യം പറഞ്ഞതിലുള്ളത്, ചൂടുള്ളതാ രണ്ടാമതിൽ ഒലിക്കുന്നത് എന്നുള്ളതും നീ ഹലബിയിൽ കാണുന്നതാ. 34-ാം പേജ് 2-ൽ വന്നതാ. സിദ്ദീഖ് റളിയല്ലാഹു നബിയോടൊത്ത് ഹിജ്റത്തിനനുവാദം വരും സമയത്ത് സന്തോഷമാൽ കരയുന്നതും ഞാൻ കണ്ടതാ എന്നുള്ളതും മകളായിഷ പറയുന്നതാ. ഭയം കൊണ്ട് കരയും അലിവിനും കരയുന്നതാ, അലമിന്റെ പേരിലും ഹുബിലും കരയുന്നതാ. കരയും കരച്ചില് കണ്ടിതേഴാമത്തതാ, അതുപോലെ തന്നെ വിശപ്പിനാൽ കരയുന്നതാ. കള്ളത്തരത്തിലുമുണ്ട് പിന്നെ നിഫാഖിലും, ഇതിനൊക്കെയും മിസിലുള്ളതാ ഗ്രന്ഥത്തിലും. തസ്ബീത്ത് ചോദിക്കുന്നതും ഖദ് സുന്ന, അതിനൊരു ജമാഅത്ത് അവിടെ നിൽക്കണമെന്ന. മിൻഹാജിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 206-ാം പേജ് 3-ൽ വന്നതാ. അംറുബ്നു അസിയിൽ നിന്ന് വന്നിട്ടുള്ളതും അത് മുസ്ലിമാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും, അതുപോലെ തൽഖീൻ സുന്നത്താണെന്നുള്ളതാ, അത് മൈനറിൽ സുന്നത്തുമില്ലെന്നുള്ളതാ. ഇത് തുഹ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 208-ൽ വ്യക്തമായി പറയുന്നതാ. ഖബറിൽ പ്രകാശത്തിന്റെ മാർഗം തന്നെ, രാവിൽ നമസ്കാരത്തിലാണേ പൊന്നെ എന്നാ ഷഖീഖുൽ ബൽഖവി പറയുന്നത്. റൗദുർ റയാഹീൻ നോക്കി വിവരിക്കുന്നത്. ഒരു നല്ല നീയത്തിന്റെ ബാബൊരു വ്യക്തിയും തുറക്കുന്നു എന്നാൽ വാതിൽ 70 തന്നെയും
തുറക്കുന്നതാണ് അല്ലാഹു തൗഫീഖിൻ്റെതായി. ശഅറാനി ത്വബഖാത്തിൽ ഇതും വിവരിച്ചതായി. ഇതുപോലെ ചീത്തയ്ക്കുള്ളതും തുറക്കുന്നത്, നിസ്സഹായതയ്ക്കുള്ളത് തുറക്കും 70. ഖൽബിൽ പ്രകാശം നൽകണേ നീ ഞങ്ങളിൽ, അതുപോലെ താറബേ പ്രകാശം ഖബറതിൽ. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും, ഈമാൻ പ്രകാശിക്കുന്ന കാലം മുഴുവനും.